ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ കാര്യത്തിലല്ലേ. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു പുൽക്കൂടും കൂടി സെറ്റ് ചെയ്യേണ്ടതുണ്ട്. കുറേ കാര്യങ്ങൾ അപ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തതെന്നൊക്കെ കാണണ്ടേ. അപ്പോൾ പുൽക്കൂടിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി മനോഹട്ടനും രാഹുലേട്ടനൊക്കെ വരുമ്പോൾ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിഷ്വൽസും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതായത് ഇതുപോലെ മരം കൊണ്ട്, അതായത് ഫ്ലൈവുഡ് പീസ് കൊണ്ട് അടിച്ചിട്ട് ഒരു വീട് പോലത്തെ ലുക്കിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറേ പുല്ലും കൂടി അറേഞ്ച് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് പുൽക്കൂട് സെറ്റ് ചെയ്യാൻ പിന്നെ പുല്ല് അന്വേഷിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് അടുത്തുള്ള ഫാമിൽ കുറേ അന്വേഷിച്ച് കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ നമ്മൾ പുൽക്കൂടിൽ അറേഞ്ചൊക്കെ ചെയ്യേണ്ട രൂപങ്ങൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബേസായിട്ട് കുറച്ച് പേപ്പറും കൂടി നിർത്തിയിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. പിന്നെ പുൽക്കൂടിൽ ഉണ്ണീശു കുറച്ചും കൂടി കാണുന്ന രീതിയിലുള്ള ലുക്ക് കിട്ടാൻ വേണ്ടി കുറച്ച് വലിയ ഉണ്ണിയേശനും കിട്ടിയപ്പോൾ അവിടെ ഞാൻ ഒട്ടിച്ചു കൊടുത്ത് സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ആയപ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട. 2 ദിവസത്തെ കഷ്ടപ്പാടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കംപ്ലീറ്റ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസ്ക്കറ്റിൻ്റെ കവറും അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. ആ ഒരു ക്രിസ്മസ് ട്രീയുടെ ഡേ ടൈമും നൈറ്റ് ടൈമും വ്യൂവും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഏതാണ് കൂടുതൽ ഭംഗിയായതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പുൽക്കൂടിലേക്ക് കടക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ ഡേ ടൈം വ്യൂ. ഇത് നേരെ നൈറ്റ് ആകുമ്പോഴേക്കും ഇതിലും അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ അടിപൊളിയായിട്ട് ഫീൽ ചെയ്തതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ തന്നെ പുൽക്കൂടിലേക്ക് കടന്നാലോ. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു മരം കൊണ്ട് അടിച്ചിട്ടുള്ള ഒരു പുൽക്കൂടിൻ്റെ ആ ഒരു ഫ്രെയിമിലേക്ക് കുറച്ച് ബ്ലാക്ക് കളർ അടിച്ചിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഫ്രണ്ട് വശം മാത്രം. ഇനി നമുക്കതിലേക്ക് പുല്ല് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടി ഈ ഒരു പുല്ല് അറേഞ്ച് ചെയ്യലായിരുന്നു. നമ്മൾ നോർമലി ചെയ്തത് ഇതുപോലെ ടാപ്പ് ഒന്ന് റോൾ ചെയ്ത് മടക്കിയിട്ട് അതിൻ്റെ ഗ്ലൂ വരുന്ന ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് വെച്ചതിന് ശേഷം പുല്ല് കംപ്ലീറ്റ് വാരി അങ്ങ് പൊത്താണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ ഒരു സംഭവം പാളിപ്പോയിട്ടോ. കാരണം നമുക്ക് അത്രയും തിക്നെസ്സിൽ പുല്ല് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പശ മതിയായിരുന്നില്ല, അത് ഒട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ബേസായിട്ട് കുറച്ച് പുല്ല് ഒട്ടിയെന്നല്ലാണ്ട് മുകളിലൂടെ കൊടുക്കുന്ന ആ ഒരു ഭാഗങ്ങളൊന്നും ഒട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നോർമൽ നമ്മൾ ടൈങ്കീസ് ഉണ്ടല്ലോ, നമ്മൾ ചൂണ്ടക്കൊക്കെ യൂസ് ചെയ്യുന്ന കണ്ണി, ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ ഒരു വയറ് വെച്ചിട്ട് സ്റ്റാപ്ലർ ചെയ്തിട്ട് നിർത്തി കേട്ടോ. അതെങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. വലിയ സ്റ്റാപ്ലർ ഇല്ല അത് വെച്ചിട്ട്. അപ്പോൾ പുല്ല് ഇതുപോലെ ഓർഡറൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് കയ്യിൽ കിട്ടിയത്. കാരണം ഇത് ഓരോ ഓർഡറിന് എടുത്തിട്ട് പുല്ല് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുല്ലുകളല്ല, ജസ്റ്റ് ഇവിടെ നിന്ന് വാരിക്കൊണ്ട് വന്നതാണ്. ഫാമിലൊക്കെ പുല്ലിനൊക്കെ നല്ല റേറ്റ് ആണ്, അതുകൊണ്ട് അവർ ചോദിച്ചാൽ കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ല രീതിയിലുള്ള പുല്ലൊക്കെ കിട്ടാൻ പ്രയാസമാണ്. ഇതെനിക്കൊന്നു നോർമൽ നമ്മൾ ഒരുപാട് പുല്ലൊക്കെ വാരി കൂട്ടുമ്പോൾ ഒക്കെ കിട്ടുന്ന വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കിട്ടിയ പുല്ലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വെച്ചിട്ടുണ്ടായത്. ഇനി നമുക്കിത് ഇതിപ്പോൾ നമ്മൾ ഡിസ്കഷനാണ്, ഇതിനി എങ്ങനെ ഇതിവിടെ നിർത്തിക്കും, കാറ്റൊക്കെ വന്നപ്പോൾ ആറാതെ എങ്ങനെ നിൽക്കും. അപ്പോൾ ലാസ്റ്റാണ് ഈ ഒരു ബുദ്ധിയിലെത്തിയിട്ടുണ്ടായത്. സ്റ്റാപ്ലർ വെച്ചിട്ട് പടയെന്ന് അടിച്ചിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു. ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ വേറെ ആൾക്കാർ കാണുകയും ചെയ്യില്ലല്ലോ. പക്ഷേ ഈ ഒരു അടിക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ, ദൈവമേ. ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ആ സ്റ്റാപ്ലർ കൊണ്ട് അടിക്കുമ്പോഴുള്ള സൗണ്ട് നമ്മൾ ഞെട്ടണ്ടെന്ന് വിചാരിച്ചാൽ കൂടി നമ്മൾ ഞെട്ടിപ്പോവുക, അത്രയും സൗണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പുൽക്കൂടിൻ്റെ മുകളിലെ വശം നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു രീതിയിൽ പുല്ല് വെച്ചപ്പോൾ ആ ഒരു രീതിയിൽ വെക്കുന്നതാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ കുറച്ച് നമ്മൾ അങ്ങനെയും വെച്ച് കൊടുത്തു. പിന്നെ എക്സ്ട്രാ വരുന്ന ഈ ഒരു കുറേ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് നമ്മളൊന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് നീറ്റാക്കി എടുത്തപ്പോഴുള്ള ലുക്ക്. കൂടെ കുഞ്ഞുമണിയും കാര്യമായിട്ട് കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവൾ പുല്ലൊക്കെ എടുത്തു തരാനും അതിൽ വെക്കാനും ഒക്കെ കൂടുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൾ എല്ലാവരും കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും അവൾക്കും കൂടിയുള്ളൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസാണ് കുഞ്ഞുമക്കളൊക്കെ കൂട്ടി ഇതുപോലെ ചെയ്യുന്നത്. പക്ഷേ പുല്ലൊക്കെയാണ് ശ്രദ്ധിക്കണം, അവരൊക്കെ ചൊറിയാതിരിക്കാനൊക്കെ നോക്കണം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ മാക്സിമം ഇതിൽ ഇൻവോൾവ് ആയിരുന്നു. പുല്ല് വെക്കാനും അവൾക്ക് ഇതൊക്കെ ഫസ്റ്റ് ടൈം കേൾക്കുന്നതല്ലേ, പുല്ല് മതി എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലാട്ടം മാറ്റിയപ്പോഴും അവൾ പിന്നെയും പുല്ലിട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റാപ്ലറിനെ വെച്ചിട്ട് ആ ഒരു പോർഷനിലെ പുല്ലും അവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡിലായിട്ടും സെയിം രീതിയിൽ തന്നെ പുല്ലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം
നമുക്ക് അതിലേക്ക് ഉണ്ണീശുവിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരുപാട് പേര് നമ്മൾ കഴിഞ്ഞ പുൽക്കൂടിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള രൂപങ്ങളുടെ കാര്യത്തിൽ കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെയല്ല അതങ്ങനെയല്ല എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സന്തോഷത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ. ഇതിനൊക്കെ ഇത്ര ഓർഡർ ഉണ്ടെന്നോ ഇതിങ്ങനെ വെക്കണമെന്നോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഇന്നും നമ്മൾ ഒരു പിക്ചർ നോക്കിയിട്ടാണ് വെക്കുന്നത്. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു തരാൻ അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് തരുവാണെങ്കിൽ ഇനി വരുന്ന വീഡിയോസിൽ, അതായത് ഇനി ഭാവിയിൽ ചെയ്യുന്ന വീഡിയോസിലൊക്കെ ആയിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ പുൽക്കൂട് കംപ്ലീറ്റ് പുല്ല് വെച്ച് നമ്മളൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. അതായത് പ്ലൈവുഡ് കൂട് കംപ്ലീറ്റ് പുല്ല് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെറ്റായിട്ട് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് റെഡിയാക്കേണ്ടത്. ഇതിനൊരു ബേസ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ടീപ്പോയി കഴിഞ്ഞ് കുറച്ച് നാൾ മുന്നേ ബൽദിയൻ്റെ ബോക്സിൻ്റെ അടുത്ത് കിട്ടിയതാണ് ആ ഒരു ഫ്രെയിം കേട്ടോ. ആ ഒരു കമ്പിയുടെ സാധനം കണ്ടോ, അതിലേക്ക് നമ്മൾ കാർഡ്ബോർഡ് ഇതുപോലെ ഒരു ബേസ് പോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ ഒരു താഴെ കാണുന്ന ചവിട്ടി ഉണ്ടല്ലോ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുൽക്കൂട് നമ്മളെ ഇതുണ്ടല്ലോ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയത് ഫ്ലോർ മാറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും നല്ലൊരു കാര്യം ഫ്ലോർ മാറ്റ് വെച്ച് ചെയ്യേണ്ടായിരുന്നു എന്ന്. പക്ഷെ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള സാധനം കൊണ്ട് ചെയ്തു എന്നേ ഉള്ളൂ. അതിന് ഇങ്ങനെ ഒരു നെഗറ്റീവ് ചിന്തിക്കേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ സാധനങ്ങൾ കൊണ്ട് ചെയ്തു, അത്രയേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള സെൻസിൽ എടുത്താൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് എല്ലാ കൂട്ടുകാരും എടുക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള രൂപങ്ങൾ ഇതുപോലെ കട്ടിയുള്ള ഒരു കാർഡ്ബോർഡിലേക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ഒരു കാർഡ്ബോർഡ് ഡയറക്റ്റ് ആ ഒരു പുൽക്കൂടിൽ ഇറക്കി വെച്ചതിന് ശേഷം ആ ഒരു കാർഡ്ബോർഡ് കവർ ചെയ്യുന്ന രീതിയിൽ കംപ്ലീറ്റ് ഒന്ന് പുല്ല് കവർ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമുക്ക് നേരെ തന്നെ ഒരു മാലാഖേനെ വെച്ച് കൊടുത്തു. താഴെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡിൻ്റെ ബേസും കൊടുത്തു. കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ കുനുകുന കട്ട് ചെയ്ത പുല്ലും കൂടി ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. അതും കൂടി ആകുമ്പോൾ ആ ഒരു കാർഡ്ബോർഡ് അവിടെ കവറായിട്ട് കിട്ടും. അപ്പോൾ അതും കൂടി നമ്മൾ ചെയ്തെടുത്തു. പിന്നെ കുറേ പശുക്കളും അതുപോലെ തന്നെ ആട് എല്ലാവരും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. അപ്പോൾ എല്ലാവരെയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുത്തു. കുനുകുന കട്ട് ചെയ്ത പുല്ല് നമ്മൾ നല്ല രീതിയിലൊന്ന് വെതറി കൊടുത്തു. പിന്നെ ഗ്ലൂ ഗൺ വെച്ചിട്ട് പശുവിനൊക്കെ അവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തു. നമ്മൾ എക്സ്ട്രാ, അതായത് ഇനി പുൽക്കൂട് വയ്ക്കുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന LED കത്തുന്നത് കാണൂലല്ലോ. അപ്പോൾ ആ ഒരു പോർഷനിലെ LED നമ്മൾ അഴിച്ചെടുത്തതിന് ശേഷം ഇത് പുൽക്കൂടിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ കൊടുത്തു കേട്ടോ. അത് കുറച്ചും കൂടി അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. കാരണം പുൽക്കൂടിൽ നമ്മൾ ഇനി എന്ത് LED കൊടുക്കുന്നില്ലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ താഴത്തെ പോർഷൻ അഴിക്കാമെന്ന് എല്ലാവരും കൂടി തീരുമാനിച്ച് അഴിച്ചു. പിന്നെ ഒരു പഴയ തലാണെന്ന് കിട്ടി കുറച്ച് പഞ്ഞൊക്കെ വെച്ചിട്ട് കുറച്ച് മഞ്ഞിൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കി മഞ്ഞിനെ പോലത്തെ ഒക്കെ ലുക്ക് കൊടുത്തു. പിന്നെ അങ്ങനെ എല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ഇതാണ് ലൈറ്റ് ഇടുന്നതിന് മുന്നേ ഉള്ള ഒരു ലുക്ക്. അത് കഴിഞ്ഞതിന് ശേഷം ലൈറ്റ് ഇട്ടപ്പോൾ ഒരു ലുക്ക് കാണണ്ടേ. ഞാൻ എൻ്റെ കയ്യിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു LED കൂടി ഉള്ളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റ് ഇട്ടപ്പോൾ ഉള്ള ലുക്ക് കണ്ടോ, അടിപൊളിയല്ലേ. അപ്പോൾ ഉള്ളിൽ കൊടുത്ത LED കുറച്ചും കൂടി ബ്ലിങ് ആവേണ്ടതായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നില്ല, ഞാൻ ജസ്റ്റ് നോക്കട്ടെ. ഞാൻ നല്ല രീതിയിൽ പ്രകാശം വരുമ്പോഴും വീഡിയോ എടുത്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതുകൂടി ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പുൽക്കൂട്? ഇത്രയും എല്ലാവരും കൂടി എഫേർട്ട് എടുത്ത് ചെയ്തൊരു കാര്യമല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫ്ലാഷ് ലൈറ്റും കൂടി ഇട്ടിട്ട് നമ്മുടെ വർക്ക് ഞാനൊന്ന് കംപ്ലീറ്റ് കാണിച്ചു തരാം. ഉള്ളിലത്തെ LED ഒക്കെ നല്ല നീറ്റായിട്ട് കത്തുമ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് തന്നെ എല്ലാവരും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെ ഇഷ്ടമായോ? ഒന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ.